വളരെ സ്വാദിഷ്ടവും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ചക്കക്കുരു ഉലർത്ത്, അതാണ് നമ്മൾ ചെയ്യുന്നത്. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുക്കറിലാണ് ഞാൻ ചക്കക്കുരു വേവിച്ചെടുക്കുന്നത്. അതിനായി ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ചക്കക്കുരു മുഴുവനായും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചക്കക്കുരു പൊളിച്ച് അരിഞ്ഞ് എടുക്കുന്നതിനെക്കാട്ടിലും എനിക്ക് ഈസി ആയിട്ട് തോന്നിയത് ഇങ്ങനെയാണ്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഒരു 3 വിസിൽ അടുപ്പിച്ച് നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമ്മുടെ ഇഷ്ടത്തിന് നീളത്തിനോ വട്ടത്തിനോ ഒക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാനിത് നീളത്തിലാണിന്ന് അരിഞ്ഞെടുക്കുന്നത്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇനി അതിലേക്ക് ആവശ്യത്തിന് തേങ്ങാക്കൊത്ത്, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇച്ചിരി അധികം തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മളിനി ചേർക്കുന്നത് ചക്കക്കുരു ഞാൻ നീളത്തിലാണ് അരിഞ്ഞു വെച്ചേക്കുന്നത്. ഒരു 15 കഷ്ണം ഉള്ളി. ഇത് ചക്കക്കുരു ഗ്യാസ് ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ വെളുത്തുള്ളി അതും എടുത്തിട്ടുണ്ട്. ഈ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ചേർത്താൽ മതി. നമുക്ക് ചക്കക്കുരു വേവിച്ചപ്പോഴത്തേക്കും നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് വഴറ്റി അതിൻ്റെ ആ കളറൊന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മുളക് ചതച്ചതാണ്, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ആ ചക്കക്കുരു അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ മസാലയെല്ലാം എല്ലാ ഭാഗത്തേക്കും ആകത്തക്ക രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ നമ്മുടെ സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചക്കക്കുരു അത് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു ചക്കക്കുരു മെഴുക്ക് പുരട്ടിയാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.